ഹായ് ഓൾ, കണക്കിലൊരു ചോദ്യം കണ്ടാലോ? ഇതാ നോക്കിയേ, 4 പവർ എക്സ് ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ 2 പവർ എക്സ് ആയാൽ എക്സിൻ്റെ വില എന്ത് എന്നാണ് ചോദ്യം. നോക്കാം. നമുക്കറിയാം 4 പവർ എക്സ് അല്ലേ? 4 പവർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 2 സ്ക്വയർ ഹോൾ പവർ എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 പവർ 2x എന്ന് എഴുതാം. അപ്പോൾ 2 പവർ 2x ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 2വിനെ 2 പവർ എക്സ് എന്ന് തന്നെ അങ്ങനെ വെക്കുക. ഇനി ഇതിനെ മുകളിലോട്ട് കൊണ്ടുവരാം. മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ 2 പവർ 2x ഇൻറ്റു 2 പവർ എക്സ് ഈക്വൽ ടു 4, അഥവാ 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് ഇടാം. എല്ലാത്തിനെയും ഞാൻ 2ൻ്റെ ബേസിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ നമുക്കറിയാം ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ 2 പവർ 3x ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് ലഭിക്കും. ഒരേ ബേസ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഈ പവേഴ്സ് തമ്മിൽ ഇക്വേറ്റും കൂടെ ചെയ്യാം. അതായത് 3x ഈക്വൽ ടു 2 എന്ന് ലഭിക്കും, അല്ലെങ്കിൽ x ഈക്വൽ ടു 2/3 എന്ന് ലഭിക്കും. അപ്പോൾ എൻ്റെ ഉത്തരം വരുന്നത് ബി 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ 9 പവർ എക്സ് ഈക്വൽ ടു 27 ഡിവൈഡ് ബൈ 3x ആയാൽ 3 പവർ എക്സ് ആയാൽ എക്സിൻ്റെ വില എന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.